കോട്ടയം മെഡിക്കൽ കോളേജ്, കുട്ടികളുടെ ആശുപത്രി, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെല്ലാം തെരുവ് നായകളുടെ വിഹാര കേന്ദ്രമാണ്. പൊതുനിരത്തുകളും പലപ്പോഴും ഇവ കൈയടക്കും. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കടിയേറ്റിട്ടുമുണ്ട്. പൊതുനിരത്തുകളിൽ ഇവയുടെ ശല്യം മൂലം ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് മാർപ്പക്കര പഞ്ചായത്തോ അതിരമ്പുഴ പഞ്ചായത്തോ കോട്ടയം നഗരസഭയോ ഇവയെ പിടികൂടി കൂട്ടിലടയ്ക്കുവാനോ വന്ധ്യം വരിക്കുവാനോ മുൻകൈയെടുക്കുന്നില്ല. തെരുവ് നായകളെ പിടികൂടി കൂട്ടിലടച്ച് സംരക്ഷിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കി നടപ്പാക്കുമെന്ന് ബന്ധപ്പെട്ടവർ മുൻപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. നാട്ടുകാർക്ക് കടി കിട്ടിയാൽ നമുക്കെന്ത് എന്ന ചിന്താഗതിയാണ് അധികൃതർക്കെന്നാണ് പൊതുസംസാരം. തെരുവ് നായ്ക്കളെ പിടികൂടി സംരക്ഷിക്കുവാനുള്ള തീരുമാനം പൊടിതട്ടി നടപ്പാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ തെരുവുനായ രൂക്ഷമായതോടെ പലർക്കും നേരെയും നായയുടെ ആക്രമണം വർദ്ധിക്കുകയാണ്. ക്രിക്കറ്റ് കളിക്ക് വന്ന മെഡിക്കൽ വിദ്യാർത്ഥികളെ തെരുവുനായ കടിച്ചു. 2 പേർ ചികിത്സയിലാണ്. ശനിയാഴ്ച മുതലുള്ള ദിവസങ്ങളിലായിട്ടാണ് നായ ആക്രമണം രൂക്ഷമായത്. മെഡിക്കൽ കോളേജ്, കുട്ടികളുടെ ആശുപത്രിക്ക് സമീപമുള്ള കളിസ്ഥലത്ത് വെച്ചാണ് മെഡിക്കൽ വിദ്യാർത്ഥിയെയും ക്രിക്കറ്റ് കോച്ചിനെയും തെരുവുനായ കടിച്ചത്. കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ക്രിക്കറ്റ് മത്സരത്തിനെത്തിയതാണ് വിദ്യാർത്ഥികളും പരിശീലകരും. ശനിയാഴ്ച തുടങ്ങി തിങ്കൾ വരെ 3 ദിവസങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. ഇതിൽ മത്സരത്തിനെത്തിയവർക്കാണ് തെരുവ് നായയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. ഇവർക്ക് പ്രതിരോധ വാക്സിൻ ഉൾപ്പെടെ നൽകി.